ഓക്കെ, അടുത്തായിട്ടുള്ളത് കണ്ടന്റ് അവർ മോഡുകളാണ്. ഇപ്പോൾ എടുത്ത പാച്ച് ടൂളിൻ്റെ താഴെയായിട്ടാണ് കണ്ടന്റ് അവർ മോഡുകൾ ഉള്ളത്. അത് നമുക്ക് വേറൊരു ഇമേജ് വെച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഹൈഡാക്കി ഞാൻ വെക്കുന്നുണ്ട് ആ ഒരു ഇമേജും കൂടി. ഓക്കെ, ഞാൻ ഇപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടന്റ് അവർ മോഡുകൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ അതേപോലെ തന്നെ ഓപ്ഷൻസ് ആണുള്ളത്. ആ ഒരു സെലക്ഷൻ നിങ്ങൾക്ക് ആഡ് ആക്കാൻ, അതേപോലെ സബ്ട്രാക്ട് ചെയ്യാനായിട്ടാണുള്ളത്. ഞാനൊന്ന് ഈ ഒരു ഇമേജ് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ സെലക്ട് ആക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊന്ന് സെലക്ട് ആക്കാം. ഓക്കെ, അതിനുശേഷം അതേപോലെ തന്നെ സ്മാർട്ട് ഒബ്ജക്റ്റ് ക്ലാസ് ഇതാക്കിയിട്ട് ആ ഒരു ഇമേജിനെ ജസ്റ്റ് ഒന്ന് മൂവ് ആക്കി ഇപ്പുറത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു ഇമേജ് എൻ്റർ അല്ലെങ്കിൽ ടിക്ക്, എൻ്ററോ അല്ലെങ്കിൽ ടിക്ക് അടിക്കുക. എൻ്റർ അടിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു ഇമേജ് അവിടെ നിന്ന് മൂവായി ഇപ്പുറത്ത് വന്നത്. കറക്റ്റ് സെലക്ട് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി സെലക്ട് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു ഇമേജ് ഒന്നുകൂടി ഞാൻ സെലക്ട് ആക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് മൂവ് ആക്കി പുറത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഒന്ന് എൻ്റർ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് ആ ഒരു ഇമേജ് മാത്രം, അതായത് ആ ഒരു സെലക്ട് ആക്കിയ ഭാഗം മാത്രമായിട്ട് അവിടെ നിന്ന് മൂവ് ആയിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും. ആ ഒരു ഇമേജ് മാത്രമായിട്ട് മൂവായി ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർ, അതായത് ഒരു ഇമേജിൽ ബാക്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതുപോലെ മൂവാക്കി വെക്കാനും, അതേപോലെ പാച്ച് ടൂളാണെങ്കിൽ കളയാനൊക്കെ പറ്റുന്നതായിരിക്കും. ഇതാണ് കണ്ടന്റ് അവർ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ടൊന്ന് മൂവ് ആക്കി നോക്കാം. ഇത്ര ഭാഗം ഞാൻ സെലക്ട് ആക്കുന്നുണ്ട്. ഞാനൊന്ന് കുറച്ച് താഴെയായിട്ട് ഈ ഒരു ഇമേജും കൂടി വെക്കുന്നുണ്ട്. പക്ഷേ എൻ്റർ അടിക്കുന്നു. രണ്ടുള്ളി കുറച്ചൊക്കെ നേരമായിട്ടുണ്ട്, പക്ഷെ പെർഫെക്റ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതായത് ഏതൊക്കെ ഇമേജ് ആണെങ്കിൽ കറക്റ്റ് ആകുന്നുള്ളതെന്നൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. ഇനി ഈ ഒരു ഇമേജ് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ടുള്ളത് റെഡ് ഐ ടൂളാണ്. ഓക്കെ, അടുത്തായിട്ടുള്ളത് റെഡ് ഐ ടൂളാണ്. അതിനായിട്ട് ഈ ഒരു ഇമേജും കൂടി ഹൈഡ് ചെയ്ത് ഒരു റെഡ് ഐ ഉള്ള ഒരു ഇമേജ് കൊണ്ടുവെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു റെഡ് ഐ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ റെഡ് ഐ ടൂൾ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് കൂടി പോയി ശേഷം റെഡ് ഐ ടൂൾ എന്ന് പറഞ്ഞാൽ ആ ഒരു റെഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് ബ്ലാക്ക് ആക്കാൻ വേണ്ടി യൂസ് ആക്കുന്ന ടൂളാണ് റെഡ് ഐ ടൂള്. ഞാൻ സൂം ആക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റെഡ് ഉള്ള ഭാഗത്തൊക്കെ ആയിട്ട് ബ്ലാക്ക് ആവുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ റെഡ് പോയിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള കണ്ണായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇങ്ങനെ ആ ഒരു റെഡ് ആയിട്ടുള്ള കണ്ണൊക്കെ ബ്ലാക്ക് ആക്കാൻ വേണ്ടി യൂസ് ആക്കുന്ന ടൂളാണ് റെഡ് ഐ ടൂള്.